ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ ഒന്നും കൂടി നോക്കാം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ചികിത്സാ പിഴവ് പരാതികൾ പരിശോധിക്കും. ആരോഗ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം ഇന്ന്. കോഴിക്കോടും ആലപ്പുഴയിലും ഉയർന്ന പരാതികളും പരിശോധിക്കും. പ്രിൻസിപ്പൽ മുതൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് വരെയുള്ളവർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്ത സംഭവത്തിൽ വിശദ അന്വേഷണത്തിന് ഉത്തരവിട്ട് എറണാകുളം കളക്ടർ. അടിയന്തര അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് നിർദ്ദേശം. നാശനഷ്ടം കണക്കാക്കാനുള്ള ഫിഷറീസ് വകുപ്പിന്റെ നടപടികൾ ആരംഭിച്ചു. പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പശ്ചാത്തലം പരിശോധിക്കും. കോഴിക്കോട് കമ്മീഷണറുടെ നടപടി. നവവധൂവധ ശ്രമക്കേസിലെ വീഴ്ചകൾക്ക് പിന്നാലെ കാനഡയിൽ കൊല്ലപ്പെട്ട ഡോണയുടെ ഭർത്താവിനായ അന്വേഷണം ഊർജിതം. ലാൽ കെ പൗലോസ് ഡൽഹിയിലെത്തിയെന്ന് കനേഡിയൻ പോലീസ്. സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കാനൊരുങ്ങി സർക്കാർ. വിനോദസഞ്ചാര മേഖലയിലുള്ള ഹോട്ടലുകൾക്ക് താൽക്കാലിക ബാർ ലൈസൻസ് നൽകിയേക്കും. പുതിയ മദ്യനയം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം. IPL കൊൽക്കത്ത ഫൈനലിൽ ഒന്നാം ക്വാളിഫയറിൽ ഹൈദരാബാദിനെ തോൽപ്പിച്ചു. കൊൽക്കത്തയുടെ ജയം 8 വിക്കറ്റിന്. ഇന്ന് എലിമിനേറ്റർ മത്സരത്തിൽ സഞ്ജുവിൻ്റെ രാജസ്ഥാൻ RCBയെ നേരിടും.